ഹായ് നമസ്കാരം, ഞാൻ ജിനേഷ് ചിത്രംപള്ളി. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിനടുത്തുള്ള കള്ളാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നമ്മളെ ഒരു മൊത്തം 4 ഏക്കറിന് മേലെ സ്ഥലമുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു 2 ഏക്കർ 70 സെൻറ്റ് സ്ഥലത്തിന് പേപ്പറുള്ളതും ബാക്കി ഒരു ഏക്കർ 20 സെൻറ്റ് സ്ഥലത്തിന് പേപ്പറില്ലാത്തുള്ള ഒരു അടിപൊളി ഒരു പ്ലോട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഫേസ്ബുക്കിലൊക്കെയാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികളോ കാര്യങ്ങളോ എന്തെങ്കിലും സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് കുറഞ്ഞ വിലക്കൊക്കെ സ്ഥലങ്ങളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നേരിട്ട് പോയി നോക്കിയിട്ട് വരാം അല്ലേ? അതെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കള്ളാർന്ന് വരുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ സ്ഥലം കിടക്കുന്നത് ഇതാണ് നമ്മളെ സ്ഥലം കിടക്കുന്നത്. റോഡ് സൈഡിൽ തന്നെ അല്ലേ? മെയിൻ റോഡിൻ്റെ സൈഡാണ്. പിന്നെ നമുക്ക് കുറച്ച് ബാലൻസ് ഭാഗം എന്താണ് ഇവിടെ ഉണ്ട്. റോഡിൻ്റെ അപ്പുറത്തോട്ടാണ് കുറച്ച് ഭാഗം ഉള്ളത്. അപ്പോൾ അതിൻ്റെ അതിരാണ് ഇവിടെ കാണുന്നത്. ഇതിങ്ങനെ കുറച്ച് അങ്ങോട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഈ പറമ്പിൽ ഇവിടെ ഇപ്പോൾ കുറച്ച് ഭാഗം ഉണ്ട്. ഇതിപ്പോൾ കുറച്ച് കൊക്കോയെല്ലാം ഉണ്ട്. കൊക്കോയൊക്കെ അത്യാവശ്യം കായ്ച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഫ്രണ്ടേജ് തന്നെ അത്യാവശ്യം ഉണ്ട്. നമ്മളെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങുകയാണ് നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ്. ഇപ്പം ഇവിടം വരെയാണ് നമ്മളെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് ഉള്ളത്. ഇപ്പോൾ പിന്നെ ഇവിടുന്ന് അങ്ങോട്ടാണുള്ളത്, റോഡിൻ്റെ അപ്പുറത്തുനിന്ന് അങ്ങോട്ട്. പിന്നെ ഇത് കറണ്ടിൻ്റെ കണക്ഷനാണിത് നമ്മളെ പറമ്പിൻ്റെ സൈഡിൽ തന്നെ. അപ്പോൾ നമ്മളെ പറമ്പിൽ ഒരു വീടുണ്ട്. ആ കാണാനാണ് നമ്മളെ പറമ്പിലെ വീട്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു കടയും കൂടെ ഉണ്ട്. അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകാനൊക്കെ സൗകര്യത്തിന് ഒരു കടയൊക്കെ ഉണ്ട് അവിടെ. ഹോട്ടലും കടയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വീട് കാണുന്നതിന് മുന്നേ നമുക്ക് പറമ്പിലോട്ട് പോയിട്ട് നമ്മളെ പറമ്പൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മളെ പറമ്പ്. നോക്കി, കവുങ്ങും കൊക്കോയും കുരുമുളകൊക്കെ ഉണ്ടല്ലേ, കൊടിയെല്ലാം, എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ നമ്മളെ പറമ്പിൽ കിണറുണ്ട്. ഇഷ്ടംപോലെ വെള്ളമൊക്കെ ഉള്ള, വറ്റാത്ത വെള്ളമുള്ള കിണറൊക്കെയാണ്. നല്ല തണുപ്പുള്ള ഏരിയ അല്ലേ? നല്ല തണുപ്പുണ്ട്. സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നമുക്ക് ആദ്യം ആ കിണറൊന്ന് കാണിച്ചു കൊടുക്കല്ലേ? പോയി നോക്കാം. കിണറത് മൂടിയിട്ടേക്കാണ്. ഇതെടുക്കാൻ കുറച്ച് പണിയാണ്. അപ്പോൾ ഫുൾ ടൈം വെള്ളം ഉള്ളതാണ്, വറ്റാത്ത വെള്ളമുള്ള കിണറാണ്. ജാതിൻ്റെ സീസൺ കഴിഞ്ഞു വന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് ഇങ്ങനത്തെ ഇതിനെപ്പറ്റി, കൃഷികളെ പറ്റി അറിയാത്തതുകൊണ്ട്. അപ്പോൾ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ, എല്ലാ സംഭവങ്ങളും ഉണ്ട് ചേട്ടായേ. പ്ലാവൊക്കെ നോക്കി. അപ്പം നമ്മളെ വീടിനോട് ചേർന്ന് ഏകദേശം ഒരു 60 കവുങ്ങുണ്ട് ഇതുപോലെ കായ്ക്കണത് കണ്ടില്ലേ? അപ്പം ഇതിലൊക്കെ ഇങ്ങനെ തിരിയിട്ട് തുടങ്ങി അടുത്ത് കായ്ക്കാൻ. ഇതൊക്കെ കണ്ടിലൊക്കെ കായ്ക്കാൻ തുടങ്ങി, പൂവിടുന്നുണ്ട്. പിന്നെ ഒരുവിധം എല്ലാത്തിലും കൊടിയും പിടിപ്പിച്ചിട്ടുണ്ട്, കുരുമുളകെല്ലാം. പിന്നെ നമുക്ക് മേള് ഭാഗത്തുണ്ട് മൊത്തം ഒരു 300 കായ്ക്കാത്ത തെങ്ങും 300 കായ്ക്കാത്ത കവുങ്ങും പിന്നെ ഒരു 120 കവുങ്ങും മുകളിലുണ്ട്. അത് നമുക്ക് വഴിയെ കാണിച്ചു കൊടുക്കാം അല്ലേ? അതെ. പിന്നെ വാഴയ്ക്കൊക്കെ പറ്റിയ നല്ല മണ്ണാണ്. കൃഷിയൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല മണ്ണാണ്. കപ്പ, ചേന, ചേമ്പ്, വാഴ അങ്ങനത്തെ എല്ലാ സംഭവങ്ങൾക്കും പറ്റിയ നല്ല വളക്കൂറുള്ള നല്ല മണ്ണാണ്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ തെങ്ങ് നമ്മുടെ പറമ്പിൽ ഒരു 100 എണ്ണം ഉണ്ട് ഇതുപോലത്തത്. അതേപോലെ തന്നെ ഇങ്ങനത്തെ വലിയ തെങ്ങ് ഒരു 12 എണ്ണം ഉണ്ട് ഇവിടെ താഴെ വീടിൻ്റെ അടുത്തുള്ളത്. തെങ്ങൊക്കെ അത്യാവശ്യം നല്ലോണം കായ പിടിക്കുന്ന തെങ്ങുകളാട്ടോ. നല്ല കായ പിടിച്ചാണ്. പിന്നെ ഒരുവിധം എല്ലാ മരത്തേലും കുരുമുളക് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടില്ലേ? അല്ല ഇല തിങ്ങി നിൽക്കണുണ്ടല്ലേ? മുകളിലോട്ടാകുമ്പോഴത്തേനും ഇങ്ങനെ താഴ്ന്നേ മേലെ വരെ തൂർന്ന് നല്ല പോലെ പിടിച്ചിട്ടുണ്ട് കൊടിയെല്ലാം അല്ലേ? പിന്നെ കശുമാവുണ്ട് ഒരു 10-12 എണ്ണം അല്ലേ? 12 കശുമാവുണ്ട് താഴെ നമ്മളെ വീടിനോട് ചേർന്ന് തന്നെ. എല്ലാം കായ്ക്കുന്നതാണ്. അതെ, ഒക്കെ കായ്ക്കുന്നതാണ്. ഒക്കെ തെങ്ങ്, കവുങ്ങ്, കൊക്കോ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. എല്ലാ സാധനങ്ങളും ഉള്ളതാണ് നമ്മളെ പറമ്പ്. നല്ല നീറ്റായി കിടക്കുകയാണ്. കാടൊന്നും കയറാതെ അത്രയ്ക്ക് നോക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. വാഴയൊക്കെ അതാണ് കൊലച്ചുണ്ട്. വാഴയൊക്കെ കാണുമ്പോഴേ നമുക്കറിയാം നല്ല പോലെ നോക്കണല്ലേ? പറമ്പെല്ലാം കാണുമ്പോഴേ ഒക്കെ നല്ലപോലെ പരിചരിക്കുന്നുണ്ട് എല്ലാ സംഭവങ്ങളും.
ഇപ്പം നമ്മൾ നടന്ന് ഏകദേശം പറമ്പിൻ്റെ ഏകദേശം കുറച്ചും ഇങ്ങോട്ടൊക്കെ എത്തിയില്ലേ, പകുതിയോളൊക്കെ എത്തി. ഇപ്പോൾ ഇവിടെയൊക്കെ ഇതാ കവുങ്ങെല്ലാം എന്താ പറയുക, കവുങ്ങ് കായ്ക്കാനായതും ഒക്കെ എല്ലാം ഉണ്ട്. തെങ്ങിൻ തൈകളുണ്ട്. പിന്നെ നമ്മളെ പറമ്പിൻ്റെ സൈഡിൽ കൂടെ റോഡുണ്ട്. അത് അപ്പുറ ഭാഗത്ത് റോഡുണ്ട്, അത് കാണിച്ചു കൊടുക്കാം. പറമ്പിൻ്റെ ആ സൈഡിന് റോഡുണ്ട്. പിന്നെ ഇതാ കശുമാവ് ഇതിലൊക്കെ ഉണ്ട്, പറമ്പിലൊക്കെ ഉണ്ട്. പറങ്കിമാവൊക്കെ ഇത്ര ചെറിയതിൽ ഇത്രയും കായ ഉണ്ട് അല്ലേ? ചെറിയ മരത്തെ തന്നെ കായ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ കവുങ്ങലൊക്കെ ഉണ്ടോ? കവുങ്ങെല്ലാം അടുത്ത് ഇനിയിപ്പോൾ പുതിയത് കായ പിടിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി മുകൾ ഭാഗം കൂടിയൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ? ഇനി മുകളിലോട്ടൊക്കെ പോകണം. ഇനിയും കുറേ കാണാൻ കിടക്കുന്നുണ്ട്, കുറേ മുകളിലോട്ട് ഇനിയും പോകാണ്ട് നമുക്ക്. അപ്പം നമുക്ക് ആദ്യം വഴിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കായിരുന്നു അല്ലേ? പിന്നെ നമുക്ക് ഇനി വഴി കാണിച്ചിട്ട് വീട് കാണിക്കാം. അപ്പോൾ ഇതാ മെയിൻ റോഡാണ് ആ കാണുന്നത്. ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് നമ്മളെ പറമ്പിലോട്ടുള്ള പറമ്പിൻ്റെ ഒരു സൈഡിൽ കൂടെ ഉള്ള വഴിയാണിത്. പിന്നെ ബാലൻസ് ബാക്കി ഭാഗമുള്ളത് മുകളിലാണ്, അതുകൂടിയും കാണിച്ചു തരാം അല്ലേ? അടുത്ത ബാലൻസ് ഭാഗം മുകളിൽ നിന്ന് തുടങ്ങും. നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ഒരു അതിര് വരുന്നത്. പിന്നെ ഇപ്പോൾ അടുത്ത് ഇവിടെ നിന്ന് തുടങ്ങുകയാണ് നമുക്ക്. അടുത്ത നമ്മളെ സ്ഥലം ഇവിടെ നിന്ന് തുടങ്ങുകയാണേ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ കിടക്കുകയാണ്. നമ്മൾ പറമ്പിൽ ഇഷ്ടം പോലെ ഇതൊക്കെ നോക്കിയാൽ തെങ്ങിൻ തൈ, അതുപോലെ കവുങ്ങ് 2-3 കൊല്ലം കൂടി ആയിക്കഴിഞ്ഞാൽ ഈ കവുങ്ങ് തൈ ഒക്കെ കായ്ക്കാനായി. പിന്നെ നമുക്ക് മുകളിൽ വരുന്ന 2 ഏക്കർ 10 സെൻറ്റ് സ്ഥലമാണ് നമുക്ക് മുകളിൽ വരുന്നത് ഈ ഭാഗത്ത്. അതിനകത്ത് നമുക്കൊരു 120 കവുങ്ങുണ്ട് കായ്ക്കുന്നത്. പിന്നെ ഒരു 300 കവുങ്ങ് കായ്ക്കാത്ത തൈമരങ്ങളുണ്ട്. പിന്നെ ഒരു 22 തെങ്ങുണ്ട് കായ്ക്കുന്നത്. പിന്നെ ഒരു 12 ചെറിയ തെങ്ങുകൾ കായ്ക്കാനാവണം അല്ലേ? പിന്നെ ഒരു 5 പറങ്കിമാവുണ്ട്. പിന്നെ മൊത്തത്തിൽ നമ്മളെ പറമ്പിലൊരു 14 പ്ലാവും ഉണ്ട്. പ്ലാവൊക്കെ എല്ലാം കായ്ച്ച് കിടക്കുന്നതൊക്കെ കണ്ടില്ലേ, എന്തേരെ കായ പിടിച്ചത്. തെങ്ങൊക്കെ നല്ലോണം കായ്ക്കണതാണ്. ഇതൊക്കെ നോക്കി 2-3 കൊല്ലം കൂടി ആയി കവുങ്ങെല്ലാം കായ്ച്ചു തുടങ്ങൂലേ? ചക്ക കണ്ടോ ഇഷ്ടം പോലെ. പിന്നെ ഒരുവിധം എല്ലാ മരത്തേലും കുരുമുളക് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം ഉണ്ട്, അതിലൊക്കെ ഉണ്ട് കുരുമുളക്. അതുപോലെ അതിലൊക്കെ കൊക്കോയും ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് എല്ലാം കൊക്കോ ഉണ്ട്. ആ തെങ്ങൊക്കെ നോക്കി കായ്ച്ചെടുക്കണുണ്ടോ? ഒക്കെ നല്ല കായ പിടിക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ നടന്ന് കാണാനുണ്ട് കേട്ടോ. നമ്മൾ നടന്ന് കുറേ ഇങ്ങോട്ട് എത്തിയപ്പോൾ. പിന്നെ നമുക്ക് മുകളിൽ കൂടെ ഒക്കെ വഴി പോകുന്നുണ്ട്. വണ്ടിയും കൊണ്ട് നമുക്ക് പറമ്പിൽ എല്ലായിടത്തോട്ടും കൊണ്ടുപോയി നിർത്തിയിട്ടില്ലേ, പറമ്പിലെ ആവശ്യങ്ങൾക്ക് തേങ്ങ കൊണ്ടുപോകാനോ അടക്ക കൊണ്ടുപോകാനോ ഒക്കെ അതിനൊക്കെ ആവശ്യത്തിന് വണ്ടി കൊണ്ടുപോയി നിർത്തിയിടാനൊക്കെ സൗകര്യമുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ 12, അതായത് കായ്ക്കാനായ ഇതുപോലത്തെ തെങ്ങാണ് ഒരു 12 എണ്ണമാണ് ഉള്ളത്. പിന്നെ ഇവിടെയാണ് കുറച്ച് കവുങ്ങിൻ്റെ തൈയെല്ലാം വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മളെ പറമ്പിൽ ഏകദേശം എത്ര കവുങ്ങ് എത്ര ഉണ്ടെന്ന് പറഞ്ഞു? കായ്ക്കുന്നത് ഒരു 120 കവുങ്ങുണ്ട് ഇതേമാതിരിക്ക്. ഇതേപോലത്തെ അല്ലേ? പിന്നെ ഒരു 300 ചെറിയ കവുങ്ങുകളും ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നേരത്തെ കയറിപ്പോയ വഴിയാണ്. ജീപ്പൊക്കെ ഉണ്ടെങ്കിൽ കയറിപ്പോവും. പറമ്പിൻ്റെ അങ്ങേ അറ്റം വരെ പോവാം നമുക്ക്. അടക്കയും തേങ്ങയും സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും അങ്ങനെ പറമ്പിലെ ആവശ്യങ്ങൾക്കൊക്കെ വണ്ടി പറമ്പിലോട്ട് കൊണ്ടുപോകാനൊക്കെ സൗകര്യത്തിനാണ്. ഇപ്പോൾ നമ്മൾ പറമ്പൊക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളെ പറമ്പിലുള്ളൊരു വീടുണ്ടെന്ന് പറഞ്ഞത്. സാധാരണ വീടാണ്. പിന്നെ ചെറിയ വീട്, എന്താ പറയുക, 3 ബെഡ്റൂമൊക്കെ ഉള്ള ഓടിട്ട വീടാണ്. ചെറിയൊരു വീട് അല്ലേ? ചെറിയ വീടാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീടാണ്. കുറച്ച് പണികൾ കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീട് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ നമ്മളെ എന്താ പറയുക, ടാറിങ് റോഡിൻ്റെ സൈഡിൽ നമ്മളെ കള്ളാറിന് ഈ സ്ഥലത്തിൻ്റെ പേര് മുത്തപ്പൻമല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പോൾ നമ്മളെ ഈ മൊത്തം 2 ഏക്കർ 70 സെൻറ്റ് സ്ഥലത്തിനാണ് പേപ്പറുള്ളത്. മൊത്തം ഒരു ഏകദേശം ഒരു 4 ഏക്കറിനടുത്ത് സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർക്ക് എക്സ്ചേഞ്ചിന് റെഡിയാണ്. എവിടെയെങ്കിലും സ്ഥലങ്ങൾ ചെറിയ ഇതൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വിലക്കുള്ള സ്ഥലങ്ങൾ എക്സ്ചേഞ്ചിന് ഇവർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഇനി ഇവർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 40 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിളാണ്. അപ്പോൾ എടുക്കണമെന്ന് ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.